ഇപ്പോൾ നിലമ്പൂരിലെ അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ സമാധാനപരമായി ഇവിടെ നടന്നു വരികയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും പ്രചരണ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടത്തി വരികയുമാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം സുഘടിതമായ ഒരു സംഘടനാ രീതി വെച്ചുകൊണ്ട് നമ്മൾ ജനങ്ങളെ സമീപിച്ച് ആശയവിനിമയം നടത്തി രാഷ്ട്രീയ പ്രചരണ യോഗങ്ങൾ സംഘടിപ്പിച്ച് അതിൽ പാർട്ടി നേതാക്കളും നമ്മുടെ പ്രവർത്തകരും ഒരുമിച്ച് ജനങ്ങളെ സമീപിക്കുന്ന ഒരു രീതിയാണ് അനുവർത്തിച്ചു വരുന്നത്. സാധാരണ എങ്ങനെയാണ് പ്രവർത്തിക്കാറുള്ളത്. എന്നാലിപ്പോൾ ഇന്നലെ നമുക്കെല്ലാം അറിയാം, ഈ പത്രസമ്മേളനം നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ വളരെ നിർഭാഗ്യകരമായ ദാരുണമായ ഒരു കുട്ടിയുടെ അപകട മരണത്തിൻ്റെ വളരെ ദുഃഖകരമായ പശ്ചാത്തലത്തിലാണ് കണ്ടുമുട്ടുന്നത്. നമ്മളെല്ലാം നൊമ്പരപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാ പൊതുപ്രവർത്തകരും പരമാവധി ആളുകൾ ആ വീട് സന്ദർശിക്കുകയും ആ പാവപ്പെട്ട കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമ്മുടെ അനുശോചനം രേഖപ്പെടുത്തുകയും ആ കുടുംബത്തിൻ്റെ വേദനയ്ക്കൊപ്പം അത് പങ്കുവയ്ക്കുകയും ചെയ്യണ്ടായി. നമുക്ക് വളരെ 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 വിഷമം തോന്നുന്ന ഒരു അന്തരീക്ഷമാണ്. ആ ജീവൻ നഷ്ടപ്പെട്ട കുട്ടി, നിങ്ങളെല്ലാം പോയിട്ടുണ്ടാവും, നിങ്ങളെല്ലാം നിങ്ങളുടെ TV ചാനലുകൾ കാണിച്ചിട്ടുണ്ടാവും. ആ കുട്ടി കിടന്നുറങ്ങുന്ന മുറിയുടെ ചുമരുകൾ, ആ കുട്ടി വരച്ച ചിത്രങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. കുട്ടിയുടെ പ്രതീക്ഷകളാണ് ആ ചിത്രങ്ങളിൽ മുഴുവൻ. വായിച്ച് വളരൂ എന്നെഴുതിയ ഒരു മുറിയാണ്. നമ്മുടെ വേദനയെ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്നൊരു ഘടകം. എത്ര വലിയൊരു പ്രതീക്ഷയാണ് ആ കൊച്ചുകുട്ടിക്കുണ്ടായിരുന്നത്. വളരെ ദാരിദ്ര്യ പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും ആ കുട്ടി ജീവിതം സ്വപ്നം കാണുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരനുഭവമാണ്. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ പെട്ട വിഭാഗത്തിൽ നിന്നാണ്. പക്ഷെ അവിടെയും ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രതീക്ഷയെ രേഖപ്പെടുത്തിയ, ഭാവിയിലെ നന്മയെ സ്വപ്നം കണ്ട, തനിക്ക് ചുറ്റുമുള്ള ലോകത്തിനോട് വളരെ നല്ല നിലയിൽ പ്രതികരിക്കുന്ന ഈ ജീവിതം എന്നുള്ളത് സാംസ്കാരികമായി സാമൂഹ്യമായി മെച്ചപ്പെടുത്തേണ്ട ഒന്നാണ് എന്ന് വളരെ ചെറുപ്രായത്തിൽ ആ കുട്ടി സ്വന്തം ചുമരുകൾക്ക് ചുറ്റും രേഖപ്പെടുത്തുകയും എന്നെ വല്ലാതെ വേദനിപ്പിച്ചൊരു രംഗമാണത്. ആ കുടുംബം, അമ്മ, അച്ഛൻ എന്നൊക്കെ പറയുമ്പോഴും ആ കുട്ടിയുടെ ചലനാത്മകത രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വളരെ ദുഃഖസാധ്യമായ ഒരു അന്തരീക്ഷമാണ് നമ്മൾ കണ്ടത്. നമ്മളെല്ലാം അത് വല്ലാണ്ട് വേദനിപ്പിക്കുകയും ചെയ്തു. ജീവിതത്തിൻ്റെ പാതി വിടർന്ന ഒരവസ്ഥയിൽ അത് ഞെട്ടറ്റ് വീഴുമ്പോഴുണ്ടാവുന്ന വേദനയാണ് നമ്മളെല്ലാം അനുഭവിച്ചത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ കോൺഗ്രസ്സുകാർ എത്രത്തോളം ഹൃദയമില്ലാത്തവരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഒരു മരണമുണ്ടായാൽ ആ മരണത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുക എന്ന ഹീനമായ പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തുന്നത്. ഇത് ഏത് തരം രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് സംശയം തോന്നും. പൊതുജീവിതം എന്ന് പറഞ്ഞാൽ ഈ നിലയിലുള്ള തെറ്റായ പ്രവർത്തന ശൈലിയുടെ ആവർത്തിച്ചുള്ള പ്രയോഗമാണ് എന്നുള്ള നിലയ്ക്കാണ് കോൺഗ്രസ്സുകാർ പെരുമാറിയത്. ഇന്നലെ ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നു.
അപ്പം തന്നെ ആദ്യം ഓടുന്നത് എവിടേക്കാണ്? റോട്ടിലേക്കാണ്. റോഡ് തടയാണ്, ആശുപത്രിക്ക് പോകുന്ന റോഡാണ് തടയുന്നത്. കുറച്ചും കൂടിയും പരിക്കുള്ളൊരു കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ കൊണ്ടുപോകാനുള്ള റോഡാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. അവിടെ അക്രമപരമായിട്ടാണ് പെരുമാറുന്നത്. അക്രമോത്സുകമായ മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത്. സംഘർഷമുണ്ടാക്കാനുള്ള പരിശ്രമമാണ് നടത്തിയത്. സംഘർഷത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന നേതാക്കന്മാർ തന്നെ അവിടെ പോയി നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വസ്തുനിഷ്ഠമായി പരിശോധിച്ച് പെശകുകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് തിരുത്തേണ്ടതുണ്ട്. എന്നാൽ ഇത്തരം ഒരു സംഭവത്തെ ഇങ്ങനെ അതിനോട് പ്രതികരിക്കുന്ന രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയമാണ്?